പാകിസ്ഥാൻ വ്യോമസേന വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ശത്രുക്കളെ പേടിപ്പിക്കുന്നതിന് പകരം സ്വന്തം പൈലറ്റുമാരെ പേടിപ്പിക്കുന്ന പതിവ് അവർ ഇത്തവണയും തെറ്റിച്ചിട്ടില്ല. ചൈനീസ് പടക്കോപ്പുകൾക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാർക്കും അൽപായുസാണ് എന്നത് ലോകത്തിന് മുഴുവൻ അറിയാമെങ്കിലും പാകിസ്ഥാന് മാത്രം ഇപ്പോഴും അത് അറിയില്ല. ചൈനീസ് നിർമ്മിത പാക് പരിശീലന വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് വീണ്ടും നിലംപൊത്തിയിരിക്കുന്നു. പാകിസ്ഥാനിലെ മിയാൻവാലിക്ക് സമീപമാണ് വ്യോമസേനയുടെ ഹോങ്ഡു JL-8 പരിശീലന ജെറ്റ് തകർന്നു വീണത്. പതിവ് പരിശീലന പറക്കലിനിടെ വിമാനത്തിന്റെ എഞ്ചിൻ വായുവിൽ വെച്ച് പെട്ടെന്ന് കട്ടാവുകയായിരുന്നു. വിമാനം കുത്തനെ താഴേക്ക് പതിക്കുന്നതിന് തൊട്ടു മുൻപ് പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടിയതുകൊണ്ട് മാത്രം അതിലുണ്ടായിരുന്ന 2 പാക് പൈലറ്റുമാർക്കും ജീവൻ തിരികെ കിട്ടി. ചൈനീസ് വിമാനം കത്തി അമരുന്നതിന്റെയും പൈലറ്റുമാർ ജീവനും കൊണ്ട് അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ട്രോളുകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. वीडियो കാണാം. कमर मशानी में जहाज गिरा है, कमर मशानी में जहाज गिरा है, बिल्कुल हमने अपनी आंखों से देखा है, देख सामने। ലോകമെമ്പാടും ചൈനീസ് മാൽ എന്നാൽ നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്നാണ് അർത്ഥം. എന്നാൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലും ചൈന ഈ നിലവാരമില്ലായ്മ കൃത്യമായി പാലിക്കാറുണ്ട്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിച്ച JF-17 പോർവിമാനങ്ങൾ എഞ്ചിൻ തകരാറും സാങ്കേതിക പിഴവുകളും കാരണം പാക് വ്യോമസേനയ്ക്ക് വലിയ തലവേദനയായിട്ട് വർഷങ്ങളായി. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ തകർന്നു വീണ ഈ ഹോങ്ഡു JL-8 വിമാനവും. കടം വാങ്ങി മുടിഞ്ഞ പാകിസ്ഥാന് കുറഞ്ഞ വിലയ്ക്ക് ആയുധങ്ങൾ തരാൻ ചൈന മാത്രമേ ഉള്ളൂ. ഈ ദയനീയ അവസ്ഥ മുതലെടുത്ത് തങ്ങളുടെ പരീക്ഷണശാലകളിലെ പരാജയപ്പെട്ട ആക്രി വിമാനങ്ങളും ആയുധങ്ങളും പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ബീജിംഗ് ചെയ്യുന്നത്. ചൈനക്കാരൻ വില കുറച്ച് തരുന്നത് എന്തും വാങ്ങി ആകാശത്തേക്ക് പറന്നുയരുന്ന പാക് സേന ഒടുവിൽ സ്വന്തം മണ്ണിൽ തന്നെ കരിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.